നമസ്കാരം. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 മണ്ഡലങ്ങളിൽ 121 എണ്ണത്തിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി ഭാഗികമായി നിർണ്ണയിക്കുന്ന സുപ്രധാനമായൊരു പ്രക്രിയയ്ക്ക് തിരശ്ശീല വീണിരിക്കുന്നു. ഈ ഘട്ടത്തിൽ 3,75,00,000 വരുന്ന വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് ആരംഭിച്ച സമയം മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രകടമായ ഉയർന്ന പങ്കാളിത്തം അത് ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ജനങ്ങളുടെ അസാധാരണമായിട്ടുള്ള ഒരു ആവേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ പോളിംഗ് കണക്കുകൾ 2020 ആദ്യഘട്ടത്തെ മറികടന്നിരുന്നു. ഉയർന്ന പോളിംഗ് നിരക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ബീഹാർ ജനതയുടെ വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തെയും പങ്കാളിത്ത മനോഭാവത്തെയും പ്രകടമാക്കുന്നു. ബഗുസരായി ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതെന്ന വാർത്തകൾ പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ഗൗരവത്തോടെ സമീപിക്കപ്പെട്ടു എന്നതിന്റെ സൂചന നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വീറും വാശിയും പോളിംഗ് ബൂത്തുകളിലും ദൃശ്യമായിരുന്നു. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെങ്കിലും ചില ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയൻ സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ ലക്കിസാരിയിൽ വെച്ച് കല്ലേറുണ്ടായ സംഭവം അത് സുരക്ഷാ വീഴ്ച എന്ന നിലയിൽ ശ്രദ്ധേയമായി. അദ്ദേഹത്തിന്റെ കാറിന് നേരെ അതിക്രമം ഉണ്ടാവുകയും ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സ്ഥലത്തു നിന്ന് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം സംഭവങ്ങൾക്കിടയിലും 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലായിട്ട് 1314 സ്ഥാനാർത്ഥികളുടെ ജനവിധി കുറിക്കപ്പെട്ടു. ഈ സ്ഥാനാർത്ഥികളിൽ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, അദ്ദേഹത്തിന്റെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരും ഉൾപ്പെടുന്നു. ആദ്യഘട്ടത്തിലെ ഈ ജനവിധിയുടെ രാഷ്ട്രീയ പ്രാധാന്യം ഇരു മുന്നണികൾക്കും നിർണായകമായ ഒരു സൂചന നൽകുന്നതാണ്. പ്രചരണ രംഗത്തെ ശ്രദ്ധേയമായ സവിശേഷത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു. NDA സഖ്യത്തിനായിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി പ്രചരണത്തിന് നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ തന്നെയും തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഇടങ്ങളിൽ പോലും മോദിയെ ഇറക്കി വലിയ പ്രസ്താവനകൾ നടത്തിയെങ്കിൽ പോലും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രതികരണം ലഭിച്ചില്ല എന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്കായിട്ട് രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുൻപേ തന്നെ വലിയ രീതിയിലുള്ള വോട്ട് ചോദിക്കൽ യാത്ര അത് നടത്തിയിരുന്നു. 16 ജില്ലകളിലായിട്ട് ആഴ്ചകളോളം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രചരണ യാത്ര അതിൽ ലഭിച്ച വലിയ ജനപിന്തുണ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. NDA സഖ്യം അവരുടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ ഇന്ത്യ മുന്നണി യുവാക്കൾക്ക് തൊഴിൽ, സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള വാഗ്ദാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയാണ് പ്രചരണം നടത്തിയത് തന്നെ. പ്രചരണത്തിനിടെ ഇരു നേതാക്കളും പരസ്പരം ശക്തമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ലക്ഷ്യം വെച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിഭാഗം വിമർശനങ്ങൾ. ഇരുവരും കോടികളുടെ അഴിമതി നടത്തിയെന്ന ഗുരുതരമായ ആരോപണങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ജനമധ്യത്തിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയില്ലെന്നാണ് ഇന്ത്യ മുന്നണി കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. കൂടാതെ 2 രാജകുമാരന്മാർ കറങ്ങി നടക്കുകയാണെന്ന മോദിയുടെ പരിഹാസം അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായൊരു അംഗീകാരമായി മാറും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്നത്. മറുവശത്ത് നരേന്ദ്രമോദിയെ വ്യാജ ഡിഗ്രിക്കാരൻ എന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ പരാമർശം വലിയ ശ്രദ്ധ നേടുകയും ജനമധ്യത്തിൽ കയ്യടി നേടുകയും ചെയ്തു. പ്രചരണത്തെ വർഗീയപരമായിട്ടും ജാതീയപരമായും കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ ബീഹാറിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ ഇന്ത്യ മുന്നണി സ്ത്രീകൾക്കായിട്ടും കാർഷിക മേഖലയിൽ ഏർപ്പെടുന്നവർക്കുമായിട്ട് പ്രഖ്യാപിച്ച സുപ്രധാനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയതായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങൾ NDA സഖ്യത്തിൽ അവസാന നിമിഷം വരെ നിലനിന്നിരുന്ന ആഭ്യന്തര ഭിന്നതകൾ മുതലെടുക്കാനായിട്ട് ഇന്ത്യ സഖ്യത്തെ സഹായിച്ചു. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും സഖ്യത്തിനുള്ളിലെ വിവിധ കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും NDA ക്യാമ്പിൽ നിലനിന്നിരുന്നു. ഈ ഘടകങ്ങൾ വോട്ടർമാരെ ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിച്ചുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ശക്തമായ പ്രചരണത്തിലൂടെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ച് മുന്നോട്ട് പോയത് മുന്നണിക്ക് വലിയ കരുത്തേകുകയുണ്ടായി. ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഉയർന്ന പോളിംഗ് ശതമാനവും പ്രചരണത്തിലെ പൊതുവായ പ്രവണതകളുമൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം നൽകുന്നു എന്നത് തന്നെയാണ്. NDA സഖ്യത്തിൽ നിലനിന്നിരുന്ന വിള്ളലുകൾ പരിഹരിക്കാൻ അവർക്ക് സാധിക്കാത്തതും പ്രധാനമന്ത്രിയുടെ സ്വാധീനം പ്രതീക്ഷിച്ചത്ര ജനങ്ങളിൽ പ്രതിഫലിക്കാത്തതുമൊക്കെ തന്നെ ഈ വിലയിരുത്തലിന് കാരണമായി മാറിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ബീഹാറിലെ പകുതിയിലധികം മണ്ഡലങ്ങളിലെ വിധി രേഖപ്പെടുത്തി കഴിഞ്ഞു. എങ്കിലും യഥാർത്ഥ ഫലങ്ങൾ വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ആദ്യഘട്ടത്തിലെ ട്രെൻഡുകൾ അത് ബീഹാറിലെ രാഷ്ട്രീയ ഗതിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.